വിദ്യാർത്ഥികളെ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2025-26 ബയോളജിയുമായി ബന്ധപ്പെട്ട 8ാം ക്ലാസ്സിലെ ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ആക്സിഡൻ്റലി റീച്ച് ദ എർത്ത്. വിച്ച് തിയറി ഈസ് മെൻഷൻഡ് ഹിയർ? ലൈഫ് ഒറിജിൻ ചെയ്തതിനെ കുറിച്ച് നമ്മൾ 2 തിയറികൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഒരു തിയറിയിൽ പറയുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ്. ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് മറ്റു ചില പ്ലാനറ്റ്സിൽ നിന്നാണ്. ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ആക്സിഡൻ്റലി റീച്ച്ഡ് എർത്തിലേക്ക് ആക്സിഡൻ്റലി എത്തിയതാണതെന്ന് അല്ലേ? അപ്പോൾ അത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? തിയറി ഓഫ് ബയോജെൻസിസ്, മ്യൂട്ടേഷൻ തിയറി, പാൻസ്പെർമിയ തിയറി, നാച്ചുറൽ സെലക്ഷൻ തിയറി. ഏതാണ്? പാൻസ്പെർമിയ തിയറിയിലാണ് അത് പറയുന്നത് അല്ലേ? ലൈഫ് ഒറിജിനേറ്റഡ് എന്ന് പറയുന്ന ലൈഫ് ഒറിജിൻ ചെയ്ത് മറ്റുള്ള പ്ലാനറ്റിൽ നിന്ന് അല്ലേ എന്തോ ഒന്ന് ആക്സിഡൻ്റലി എർത്തിലേക്ക് എത്തിയതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതേത് തിയറിയാണ്? പാൻസ്പെർമിയ തിയറിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഇന്നോവേറ്റീവ് അഗ്രികൾച്ചർ മെത്തേഡ് വെയർ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റോക്ക്ഡ് ലെയർ ഈസ് നോൺ ആസ്. എന്തെന്നാണ് പറയുന്നത്? സ്മാർട്ട് ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ്, ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്, ടിഷ്യൂ കൾച്ചർ. ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പോൾ ഈ ഫാമിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം. എന്താ പറയുന്നത്? വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ആൻ ഇന്നോവേറ്റീവ് അഗ്രികൾച്ചറൽ മെത്തേഡ് വെയർ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റോക്ക്ഡ് ലെയേഴ്സ് ഇസ് നോൺ ആസ് വെർട്ടിക്കൽ ഫാമിംഗ്. വെർട്ടിക്കലി സ്റ്റോക്ക്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കാം ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following is correct illustration related to the origin of life? Origin of ലൈഫുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് ഇല്ലസ്ട്രേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ്, പിന്നെ എന്തുണ്ടായി? പ്രിമിറ്റീവ് സെല്ല്, ഫോർമേഷൻ ഓഫ് സിമ്പിൾ ബയോമോളിക്യൂൾസ് ഇൻ ഓഷ്യൻസ്. ആദ്യത്തെ അത്രയാണ്. രണ്ടാമത്തെ ബി, പ്രിമിറ്റീവ് സെല്ല്, ഫോർമേഷൻ ഓഫ് സിമ്പിൾ ബയോമോളിക്യൂൾസ് ഇൻ ഓഷ്യൻ, ദെൻ ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ് ഷീത്ത് ഫോംസ്, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ്. മൂന്നാമത് നോക്കൂ. സി, ഫോർമേഷൻ ഓഫ് സിമ്പിൾ ബയോമോളിക്യൂൾസ് ഇൻ ഓഷ്യൻ, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ്, ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ് ഷീത്ത് ഫോംസ്, പ്രിമിറ്റീവ് സെൽ. ലാസ്റ്റ് ആണല്ലേ പ്രിമിറ്റീവ് സെൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഏതായിരിക്കും ശരിക്കും ഓപ്ഷൻ സി ആയിരിക്കും അല്ലേ? ഫോർമേഷൻ ഓഫ് സിമ്പിൾ ബയോമോളിക്യൂൾസ് ഇൻ ഓഷ്യൻ അല്ലേ? ആദ്യം എന്തുണ്ടായി? ഓഷ്യനിൽ നിന്ന് സിമ്പിൾ ബയോമോളിക്യൂൾസ് ഫോം ചെയ്തു. പിന്നെന്താണ്? ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ്, ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ് ഷീത്ത് ഫോം ചെയ്തു. പിന്നെയാണ് എന്തുണ്ടായത്? പ്രിമിറ്റീവ് സെല്ല് ഉണ്ടായത്. അപ്പോൾ ഇതിൽ തന്നിരി ഒറിജിൻ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് സി ആണ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്? എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്? ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഡൈവേഴ്സ് ലിവിങ് ഓർഗാനിസം ലൈക്ക് ബേർഡ്സ്, ഫിഷ് ആൻഡ് അതർ ആനിമൽസ് ആർ റേസ്ഡ് അലോങ് വിത്ത് ക്രോപ്സ് ടുഗദർ. വൺ ആക്ട്സ് എ വേ ദാറ്റ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു ദ അതർ. ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പരസ്പരം ബന്ധപ്പെട്ട് അല്ലേ നടത്തുന്ന കൃഷി. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നെല്ല് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഫാമിങ് നടത്താം. അതായത് കന്നുകാലികളെ വളർത്താം. എന്നിട്ട് അതിലെ വൈക്കോലുകൾ നമുക്ക് മൃഗങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി കന്നുകാലികൾക്ക് ഉപയോഗിക്കാം. ഇനി കന്നുകാലികളിൽ നിന്ന് കൗഡങ്ങ് കിട്ടും അല്ലേ? ചാണകം കിട്ടും. അത് നമുക്ക് വെജിറ്റബിൾ കൃഷിയൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാം? ഈ കൗഡങ്ങൊക്കെ വെജിറ്റബിൾസിന് ഇട്ട് കൊടുത്ത് വളമായിട്ട് ഉപയോഗിച്ച് വെജിറ്റബിൾ കൃഷി നടത്താം. പിന്നെ ഇതെന്താണ്? അതുപോലെ മറ്റുള്ളത് അല്ലേ? മറ്റേ താറാവുകളെയൊക്കെ അതിൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട്. അപ്പോൾ കുറേ കൃഷികൾ ഒരുമിച്ച് ചെയ്യുകയാണ് അല്ലേ? പരസ്പരം ബന്ധപ്പെട്ട് ഒന്നിൻ്റെ ഇത് മറ്റൊന്നിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരസ്പരം. അതുപോലെ ബയോഗ്യാസ് ഉൽപ്പാദിക്കാം കൗഡങ്ങിൽ നിന്ന്. അങ്ങനെ പലതും ഒന്നിൻ്റെ ഒന്ന് യൂസ്ഫുൾ ആയിട്ടല്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് ബേർഡ്സും ഫിഷും മറ്റുള്ള അതർ ആനിമൽസൊക്കെ ക്രോപ്സൊക്കെ നമ്മൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൻ്റെ ഒരു ഗുണം മറ്റേതിനും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ.
അപ്പോൾ വളമായിട്ട് പശുവിൻ്റെയൊക്കെ കൗടങ്ങ് നമുക്ക് ചാണകമൊക്കെ നമുക്ക് എന്താണ് വളമായിട്ട് വേറെ വെജിറ്റബിൾസിനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ നെല്ല് കൃഷി ചെയ്താൽ അതുപോലെ ഫാമിങ് ഫിഷിനെ വളർത്തുന്നത് അല്ലേ, അതുപോലെ നെല്ല് കൃഷി ചെയ്താൽ അതിലെ വൈക്കോൽ എടുത്തിട്ട് നമുക്ക് കന്നുകാലികൾക്കൊക്കെ കൊടുക്കാം. അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? ഇങ്ങനെ ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് അല്ലേ, റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, പ്രൊഡക്ഷൻ്റെ കോസ്റ്റിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സോയിൽ പ്രൊട്ടക്ഷൻ നടത്തും. ക്യാൻ ഓവർകം സ്പേസ് കോൺസ്ട്രെയിൻസ്, അതായത് സ്ഥലപരിമിതി ഇല്ല എന്നുള്ള ഒരു ഇതിനെ മറികടക്കാൻ വേണ്ടി ഓരോന്നും ഓരോ സ്ഥലത്തല്ലാതെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഈ സ്ഥലപരിമിതിയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പോസിബിലിറ്റീസ് ഓഫ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതായത് ഒന്നിൽ നിന്ന് തന്നെ മറ്റു പല സാധനങ്ങളും ഉൽപ്പന്നങ്ങളും കിട്ടുന്നത്. ഇപ്പോൾ തെങ്ങിൽ നിന്ന് നമ്മൾ പറയില്ലേ വെളിച്ചെണ്ണ, അതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ, തേങ്ങയിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അതുപോലെ കയറുകൾ ഉണ്ടാക്കാം. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇപ്പോൾ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാം. ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആർ substance that contain microorganism which help to increase the fertility of soil. മൈക്രോബിയൽ ഫെർട്ടിലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുള്ള അല്ലേ, ആർ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്നിങ് മൈക്രോ ഓർഗാനിസം വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അത് എന്ത് ചെയ്യും? സോയിലിൻ്റെ ഫെർട്ടിലിറ്റിനെ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫെർട്ടിലൈസ് മെയ്ഡ് ബൈ കൺവേർട്ടിങ് എലമെൻറ്റ്സ് ഇൻ ടു നാനോ പാർട്ടിക്കിൾസ്. എലമെൻറ്റ്സിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് 2 ഈസ് റോങ് എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റോങ്, 2 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ റോങ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇതിനകത്ത് ശരി എന്നാണ് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിലെന്ത് കറക്റ്റ് ആയിട്ടുള്ളത്. 2 ഈസ് റോങ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, 2 ഈസ് റോങ്. ഒന്ന് ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു എക്സാമ്പിൾസ് ഫോർ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. അതുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യനാണ്. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിന് 2 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ? റൈസോബിയം, പിന്നെ എന്താണ് ആസോസ്പൈറില്ലം, മൈക്കോറിസ, ഇത്രയൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. റൈസോബിയം, ആസോസ്പൈറില്ലം, മൈക്കോറിസ. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ബേസിസ് ആർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഗ്രാൻഡഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ്? അതായത് എന്തിൻ്റെ ബേസിലാണ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്, അതായത് വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് നൽകുന്നത്? എന്തിൻ്റെ ബേസിലാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെ ബേസിലായിരിക്കും? നമുക്ക് നോക്കാം. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ടാഗ് ഈസ് ഗ്രാൻഡഡ് ബേസ്ഡ് ഓൺ ദ യൂണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒന്ന് ആ ഭൂമിശാസ്ത്രപരമായ ഏരിയയുടെ യുണീക്ക് ആയിട്ടുള്ള പ്രത്യേക ക്യാരക്ടർ കൊണ്ട്. വേർ ദ പ്രോഡക്ട്സ് ഈസ് കൾട്ടിവേറ്റഡ് അല്ലേ, ഏരിയ വേർ ദ പ്രോഡക്റ്റ് ഈസ് കൾട്ടിവേറ്റഡ്. സെക്കൻഡ് വൺ, റിസൾട്ടിങ് ദ ഇൻ ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻസ് ഓൺ ദ പ്രോഡക്റ്റ് ടേസ്റ്റ്, കളറ്, അരോമ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ. പിന്നെ അതിൻ്റെ ഗുണമേന്മകളൊക്കെ അല്ലേ, അതിൻ്റെ ടേസ്റ്റ്, കളറ്, അരോമ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ. ഉൽപ്പന്നത്തിന് അതിൻ്റെ ഒന്നെങ്കിൽ ഉത്ഭവസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഗുണമേന്മകളോ സ്വഭാവങ്ങളോ ഉണ്ടായിരിക്കണം. അതായത് ഇവിടുത്തെ എന്തെങ്കിലും ഒരു അതിൻ്റെ ടേസ്റ്റ്, കളറ്, അരോമ, ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ.
ഒന്നെങ്കിൽ അതായിരിക്കണം, അല്ലെങ്കിൽ യുണീക്കായുള്ള ക്യാരക്ടേഴ്സ് ആ ജിയോഗ്രഫിക്കൽ ഏരിയയ്ക്ക് പ്രത്യേക സ്ഥലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ അതിന് ആ പദവിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: എന്തിൻ്റെ ബേസിലാണ് അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ടു എക്സാമ്പിൾസ് ഫോർ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ദറ്റ് റിസീവ്ഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. 2 എക്സാമ്പിളുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ അങ്ങനെ കിട്ടിയ? പാലക്കാടൻ മട്ട റൈസ്, മലബാർ പെപ്പർ, പിന്നെ തിരൂർ വെറ്റില. അതിനൊരു എക്സാമ്പിളുകളാണ് കേട്ടോ. GI പദവി കിട്ടിയിരിക്കുന്നതിന് എക്സാമ്പിളുകളാണ് പാലക്കാടൻ മട്ട റൈസ്, മലബാർ പെപ്പർ, തിരൂർ വെറ്റില. പദവി നൽകിയിരിക്കുന്നത് അതിനൊക്കെയാണ് എക്സാമ്പിൾസ്. അതൊക്കെയാണ്. 7th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്? ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും തമ്മിലുള്ളതെന്ന് നോക്കാം. സോയിൽ ഈസ് നോട്ട് നീഡഡ് ഫോർ ബോത്ത് ഹൈഡ്രോപോണിക് ആൻഡ് എയറോപോണിക്. രണ്ടിനും എന്താവശ്യമില്ല? സോയിൽ ആവശ്യമില്ല. ഇൻ ഹൈഡ്രോപോണിക് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. എങ്ങനെയാണ് വളരുന്നത്? ന്യൂട്രിയൻ സൊല്യൂഷൻസ് വെച്ചിട്ടാണ് അല്ലേ. ഹൈഡ്രോപോണിക് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. ഇൻ എയറോപോണിക്സ് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ റൂട്ട്സ് ഗ്രോ ഇൻ ടു എയർ ആൻഡ് ന്യൂട്രിയൻസ് ആർ സ്പ്രേഡ് ഡയറക്ട്ലി ഇൻ ഓൺ റൂട്ട്സ്. റൂട്ടിലേക്ക് ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എയറോപോണിക്സിലുള്ള ചെടികൾ വളരുന്നത്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഓഡ് വൺ? റൈറ്റ് ദ റീസൺ ഫോർ ദാറ്റ്. ഇതിൽ ഓഡ് വൺ ഏതാണ്? നിങ്ങളുടെ റീസൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ, പൊട്ടാസ്യം, കോപ്പർ, ഫോസ്ഫറസ് ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡ് വൺ കോപ്പർ ആണ്. കോപ്പർ ഈസ് എന്താണ്? മാക്രോ ന്യൂട്രിയൻ. കോപ്പർ ഈസ് എന്താണ്? മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. മാക്രോ ന്യൂട്രിയൻ. അതേഴ്സ് ആർ മൈക്രോ ന്യൂട്രിയൻ. മറ്റുള്ളതൊക്കെ എന്താണ്? മൈക്രോ ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇത് മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ കോപ്പറാണ് ഇതിനകത്ത് ഓഡ് വൺ ആയിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ സിയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു റെഡ്യൂസ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു പെസ്റ്റ്? പെസ്റ്റ് മൂലമുണ്ടാകുന്ന ക്രോപ്പ് ലോസ് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് എഴുതാനാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് യൂസിങ് ഹൈ കോൺസെൻട്രേഷൻ പെസ്റ്റിസൈഡ്സ്. ഹൈ കോൺസെൻട്രേഷൻ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പ്രൊട്ടക്റ്റിംഗ് ഫ്രണ്ട്ലി പെസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. മൂന്നാമത്തെ പ്രാക്ടീസിങ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്ലൈയിങ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഓൺലി. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് മാത്രം അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്രോപ്പ് ലോസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പെസ്റ്റ് മൂലമുണ്ടാകുന്ന ക്രോപ്പ് ലോസ് റെഡ്യൂസ് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം സി ആണ്. പ്രാക്ടീസിങ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. സി ആണ് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്? എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് യൂസ് ഓഫ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തഡ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നെസ്റ്റ് ആൻഡ് ട്രാപ്സ്. എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? യൂസ് ഓഫ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്. മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നെസ്റ്റ് ആൻഡ് ട്രാപ്സ്. യൂട്ടിലൈസിങ് ഫ്രണ്ട്ലി പെസ്റ്റ്, use of resistant varieties of seeds of farming and reduce the use of pesticides. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണെന്ന്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് എഴുതുക. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് ദ യൂസ് ഓഫ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡാണ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നെസ്റ്റ് ആൻഡ് ട്രാപ്സ്, യൂട്ടിലൈസിങ് ഫ്രണ്ട്ലി പെസ്റ്റ്, യൂസ് ഓഫ് റെസിസ്റ്റൻറ്റ് വേരിയറ്റീസ് ഓഫ് സീഡ്സ് ഓഫ് ഫാമിംഗ് ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്.
പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലേ നമ്മൾ നെസ്റ്റും ട്രാപ്പും പിന്നെ ഫ്രണ്ട്ലി പെസ്റ്റിനെ യൂസ് ചെയ്തുകൊണ്ടും പിന്നെ റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഫാം കൃഷി ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താം. പെസ്റ്റിസൈഡ് ഉപയോഗം കുറയ്ക്കണം. നെക്സ്റ്റ്, റൈറ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗുണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ നോട്ട് ഡിസ്ട്രോയിങ് ദ പെസ്റ്റ് കംപ്ലീറ്റ്ലി. പെസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയല്ല. ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ എക്കോളജിക്കൽ ബാലൻസ്. പെസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് അത് എക്കോളജിക്കൽ ബാലൻസിനെ ബാധിക്കൂലേ. അതുകൊണ്ട് എക്കോളജിക്കൽ ബാലൻസിനെ ബാധിക്കാത്ത വിധത്തിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പെസ്റ്റിനെ കംപ്ലീറ്റ്ലി ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ എക്കോളജിക്കൽ ബാലൻസ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യില്ല, എക്കോളജിക്കൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഈസ് റെഡ്യൂസ്. അതുപോലെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കുറയുകയും ചെയ്യും. അതായത് ഈ പെസ്റ്റുകളെല്ലാം ഫുള്ളി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത്, അതാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം. കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോകും. അപ്പം അങ്ങനെ ഡിസ്ട്രോയ് ആവാൻ പാടില്ല. എല്ലാം ആവശ്യത്തിന് വേണം അല്ലേ, അല്ലെങ്കിൽ അത് എക്കോളജിക്കൽ ബാലൻസിനെ ബാധിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ്റെ തന്നിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്. നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി അനുസരിച്ച് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് അല്ലേ, ഒറിജിൻ ഓഫ് ലൈഫിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്താണ് തന്നിരിക്കുന്നത്. ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്, അവിടെ ചേർക്കാനുള്ളത് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോന്നും എവിടെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. എയിൽ വരുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയിൽ വന്നത് അടുത്തത് ഇതാണ്, ഓഷ്യൻ അല്ലേ. ആദ്യം ഓഷ്യനിലാണ് അല്ലേ, ഓഷ്യൻ. രണ്ടാമത് ഓഷ്യൻ കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് അല്ലേ. ഓഷ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് അല്ലേ ഫോം ചെയ്തു. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആദ്യം 3, പിന്നെ ഏതാണ് 4 സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്. അതിന് ശേഷം എന്താ സംഭവിച്ചത്, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് അല്ലേ. സി കഴിഞ്ഞാൽ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ്, 6ാമത്തെ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ആയി മാറി. പിന്നെ അടുത്ത ഡിയിലേക്ക് വരുമ്പോഴേക്കും ഏതാണ്, ജനറ്റിക് മെറ്റീരിയൽസ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ 2. ഇനി ഇയിലേക്ക് വരുമ്പോൾ ഇയിൽ വരുന്നത് എന്താണ്, ഇയിൽ വരുന്നത് ഫോർമേഷൻ ഓഫ് ലിപ്പിഡ് ലെയർ ഫോം ചെയ്തു. അപ്പോൾ ഇയിൽ വരുന്നത് 5ാമത്തതും എഫിൽ വരുന്നത് ലാസ്റ്റ് വൺ ഏതാണ്, പ്രിമിറ്റീവ് സെല്ല് അല്ലേ. അവസാനം പ്രിമിറ്റീവ് സെല്ല് ലൈഫ് ഓഫ് ഒറിജിൻ വന്നു. അപ്പോൾ 1ാമത്തത് എഫിലുമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിതിൻ്റെ മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എയിൽ വരുന്നത് ഓഷ്യൻ, 3ാമത്തതാണ്. ബിയിൽ വരുന്നത് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. സിയിൽ വരുന്നത് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ആണ്. ഡിയിൽ വരുന്നത് ജനറ്റിക് മെറ്റീരിയൽസ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. സിയിൽ ഡിയിൽ വരുന്നത്, ഇനി ഇയിൽ വരുന്നത് നമ്മുടെ ഫോർമേഷൻ ഓഫ് ലിപ്പിഡ് ലെയർ ആണ്. ലാസ്റ്റ് എഫിൽ വരുന്നത് പ്രിമിറ്റീവ് സെല്ലാണ്. ഈ ഓർഡറിൽ വേണം ഇത് പഠിച്ചു വയ്ക്കുക. ഇതാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. ഈ ഫ്ലോ ചാർട്ട് നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ടൈം ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.